ഡിസ്ട്രിക്റ്റിലേക്ക് പോവാണ്. ഉച്ചയാകുമ്പോഴത്തേക്കും വയറ് പയ്യോ ആവും. നീ കയറിയതല്ലേ, ഞങ്ങൾ എനിക്കൊരു ചെറിയ ഭയം, അതുകൊണ്ടാണ്. ഇത് വന്ദേ ഭാരത് ഹാപ്പിയായോ? അപ്പൊ പുഞ്ചിരിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട അതെ ലെഫ്റ്റ് ഇവിടെയാണ് ടാണ ജംഗ്ഷനിലുള്ളവര് പറയണേ വാഴക്കുന്ന് പോലെ അവിടെ വാഴ കുറെ കിട്ടുമോ? അമ്മയ്ക്കൊന്ന് വെയിലത്ത് തണലത്തിരിക്കണം. അയ്യോ വേണ്ട. അങ്ങനെ നമ്മള് ഒരു മേൽപ്പാലം കേറിക്കൊണ്ടിരിക്കുക. ഏത് മേൽപ്പാലാണ്? മുളന്തുരുത്തി ചെങ്ങോലപ്പാടം മേൽപ്പാലം. അതാണ് നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതൊക്കെ കേറി എവിടേക്കാ പോണേ? നമ്മൾ കേറി പോണത് സാറാമ്മേന്റെ വീട്ടിലേക്ക്, ഇരിങ്ങാലക്കുട തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലേക്ക് പോവാണ്. സാറാമ്മേന്റെ മരിച്ചിട്ട് 1 വർഷം തികയുവാണ്. അപ്പൊ അതിന്റെ ആണ്ട് കുർബാനയ്ക്ക് വേണ്ടി പോവാണ്. നമ്മളിപ്പോ മുളന്തുരുത്തിയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. സമയം 7:45. ഞാനാ സൈഡിലുള്ള വ്യൂ കാണുക പാടത്തെ. ഇനി പാടത്തില്ലേ പയറ് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ പയറ് പറിക്കുന്ന സമയമായിട്ടുണ്ട്. നമ്മളിപ്പോ കടയിൽ നിന്നാ മേടിക്കണേ. അപ്പൊ പറഞ്ഞു പാടത്തെ പയറ് ഞാൻ അന്വേഷിക്കാന്ന്. പയറുപുരാണം തുടങ്ങി. നിനക്ക് ദേഷ്യമല്ലേ ഇത്? ദേ ഇവിടെ നമ്മുടെ ചെടി ഗാർഡൻ, ഗ്രീൻ നെസ്റ്റ്. ഗ്രീൻ നെസ്റ്റ്. ഇവിടെ ഹോം ഗ്രൗണ്ടിന്റെ റീസെല്ലിംഗ് ഉണ്ടെന്നാ പറയണേ. അന്വേഷിക്കാൻ നോക്കാം. അമ്മയുടെ നല്ല സാരി കേട്ടോ. നീയല്ലേ മേടിച്ചോണ്ട് വന്നത്. ഡാർക്ക് ബ്ലൗസാണ് ഇട്ടേക്കണേ. പക്ഷെ ഭംഗിയുണ്ട്. നമുക്ക് ഫുൾ സൈസ് വ്യൂ എടുത്തിട്ട് ഇതിന്റെ സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും കാണാലോ. രാവിലെ സമയം തെറ്റിയതുകൊണ്ട് രാവിലെ ഇറങ്ങണതിന് മുമ്പ് പടം എടുത്തില്ല കേട്ടോ. കാരണം അവിടം വരെ എത്തണ്ടേ നമുക്ക്. തൃശ്ശൂർ എത്തണം. അതിന് മുമ്പ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. തൃശ്ശൂർ വരെ പോട്ടെ. ഇരിങ്ങാലക്കുട ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും നേരത്തെ കഴിച്ചു കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും വയറ് പയ്യോ ആവും. അത് കാരണം പോണ വഴി സ്ഥിരം നിങ്ങൾ കാണുന്ന ഔട്ട്ലെറ്റില് നമ്മൾ കയറണേ. അവിടെ ചെല്ലുമ്പോ പറയാം കേട്ടോ. അപ്പൊ ഡ്രൈവ് ചെയ്യുവാണ്. ഇനി വരുമ്പോ ഡ്രൈവർ മാറുന്നതാണ്. അതെ. അമ്മയുടെ സാരി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോട്ടോ. ഞാൻ അതുകൊണ്ട് ലൈറ്റ് സാരി ആയതുകൊണ്ടില്ലേ ഡാർക്ക് ഓർണമെന്റ്സ് എന്നിട്ടാകണം. കാണുന്നില്ലല്ലോ. എന്നിട്ട് പിന്നല്ലേ ഇത് അല്ലെങ്കിൽ കമ്മലും മറ്റേ കരിമണി പണ്ടത്തെ വലിയ ട്രെൻഡാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്താണ് ഒരു സിനിമയിലുണ്ട് ഇതിന്റെ ട്രെൻഡ്. അന്നത്തെ കാലഘട്ടത്തിലെ സിനിമ മറ്റേ ഇതില്ലേ എന്താണ് വടക്ക് നോക്കി യന്ത്രമല്ലല്ലോ, വേറൊരു സിനിമയിലുണ്ട്. കരിമണിമാലയെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. ആ കാലഘട്ടത്തെ ഉർവശി പറയുന്ന സിനിമയാണ്. ഉർവശി കരിമണിമാല വേണമെന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് നല്ല രസ. അപ്പൊ ആ കാലഘട്ടത്തെ ഓർക്കും. ഇന്നാരും അങ്ങനെ സ്വർണത്തെ പറ്റി പറയാറില്ല. റോഡിലൊക്കെ തിരക്കായി വന്നേ ഉള്ളൂ. എപ്പോഴത്തേക്കും ഇല്ലേ ഇച്ചിരൂടെ നേരത്തെ ഇറങ്ങണം എന്നാ വിചാരിച്ചേ. പക്ഷെ അത് നടന്നില്ല. അവിടം വരെ എത്തണ്ടേ. ഇടയ്ക്ക് കയറുകയും ചെയ്യണം. അവിടെ ഇല്ലേ അവിടെ ഒരു സ്ഥലത്ത് ഇറച്ചി നുറുക്കണം, വെട്ടി നുറുക്കണം. അതുകൊണ്ട് ഞാൻ ഇറച്ചി നുറുക്കണം. അപ്പോഴാ ഓർത്ത നൊയമ്പ. ഇത് നൊയമ്പ് 10-30 ദിവസമായി. അമ്മയ്ക്ക് അങ്ങനെ പല ചിന്തകളും വന്നിട്ടുണ്ട്. 25, 26, 27 അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുണ്ടാവും. കരിങ്ങാച്ചിറ പള്ളിയുടെ സൈഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി മുഴുവൻ ഫോണിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മഴക്കാറ്. നമ്മൾ നേരിട്ട് കാണുന്നേക്കാൾ കൂടുതൽ ഫോണിൽ കാണും. രാവിലെ പെട്ടെന്ന് ഇറങ്ങി കാരണം ഡ്രസ്സിന്റെ പിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു പിക്ക് ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. നോർമൽ കോട്ടൺ ഹക്കോബ മെറ്റീരിയൽ കലങ്കാരി പ്രിന്റ് വരുന്ന ടോപ്പും താഴെ കലങ്കാരി ബോട്ടും ആണ്. രണ്ടും സ്റ്റിച്ച്ഡ് ആണ് കേട്ടോ. എല്ലായിടത്തും ഇരുമ്പനത്തോടെ പാസ് ചെയ്യുവാ നമ്മളിപ്പോ. ഇരുമ്പന എല്ലായിടത്തും മരമായിട്ടുള്ള കണിക്കൊന്നാല് നിൽക്കണം. ഫുൾ പൂത്ത് നിൽക്കുവാണ്. വിഷു ആകുമ്പോഴത്തേക്കും പൂവൊക്കെ പോകുന്ന എനിക്ക് തോന്നണത്. വിഷുവിന് ഇനി 2 ആഴ്ച കിടക്കണം. നമുക്കിപ്പോ എത്ര കണിക്കൊന്നയായി? നമുക്ക് നീ നട്ടേക്കണ 2 ഉണ്ട്. കൂടാതെ പറമ്പിൽ കിളിത്തേക്കണ 2 കിളിത്തേക്കണ. നമ്മുടെ അടുത്ത വീട്ടിലെ കണിക്കൊന്നയുടെ അരി എന്തോ വീണാന്ന് എനിക്ക് തോന്നുന്നത്. സവിത ചേച്ചിയുടെയും ദക്ഷണമ്മൂമ്മയുടെ അവിടെ 2 മരങ്ങളുണ്ടല്ലോ. ഈ കാറ്റത്ത് പറക്കൂലേ ഇതൊക്കെ. അതായിരിക്കാം. അല്ലാതെ പിന്നെ ആ പരിസരത്ത് അങ്ങനെ വരേണ്ട കാര്യമില്ല. അതിപ്പോ ഇത് കെട്ടിച്ചെന്നപ്പോഴല്ലേ കണ്ടത്. പറമ്പിൽ പരിപാടി നടന്നുകൊണ്ടപ്പോഴാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. കാക്കനാട് ആവാൻ പോവാണ്. കാക്കനാട് വാട്ടർ മെട്രോ നീ കയറിയതല്ലേ, ഞങ്ങൾ എനിക്കൊരു ചെറിയ ഭയം, അതുകൊണ്ടാണ്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സബ്സ്ക്രൈബർ പറഞ്ഞു പൂജാരി വളവ് നമ്മൾ എത്താറായി. അപ്പൊ നമ്മള് ഇതിനെങ്ങനെയാ പേര് വന്നേന്ന് വെച്ചപ്പോ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നതാ. ഇവിടെ വെച്ചൊരു പൂജാരി എന്തോ മരിച്ചിട്ടുണ്ടെന്ന്. ഇത്
വാഗമരത്തിന്റെ പൂവാ. അതെ അല്ലേ. വാഗമരം. അമ്മയ്ക്ക് ഇപ്പൊ കാറ്റ്സ് ക്ലോയുടെ ഒക്കെ ചിന്തയാ. അത് പ്രീത ചേച്ചിയുടെ അവിടെ ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചിന്തിച്ച. പ്രീത ചേച്ചിയുടെ അവിടെ പടിപ്പുരയിൽ മൊത്തം അങ്ങനെ നമ്മുടെ തറവാട്ടില്. പിന്നെ പട്ടിക്കൂടിന്റെ മുകളിലും ഉള്ള പടയിട്ട് കാണിച്ചു തന്നായിരുന്നു. നല്ല രസമുണ്ട്. കാറ്റ്സ് ക്ലോ നല്ല ഭംഗിയാന്ന് അതിന്റെ ലുക്കൊക്കെ. അതെ, നല്ല ഭംഗിയാണ്, നിറയെ ഉണ്ടാവും. അമ്മയുടെ ഫേവററ്റ് പുകയൻവില്ല. അമ്മ ഇപ്പൊ എവിടെ പുകയൻവില്ല കണ്ടാലും ചാടി വീഴും. ഇവിടെ നിറച്ച് പൂത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. അത് പൂക്കള് അതനുസരിച്ചുള്ള കളേഴ്സ് സെലക്ട് ചെയ്യണം. ചുമ്മാ ഈ ഒരു തരം ഏതൊക്കെയാണ് അപ്പയുടെ അഭിപ്രായത്തിൽ നല്ല കളേഴ്സ്? ഒരു പിങ്ക് ഉണ്ട്, ഒരു ഡാർക്ക് പിങ്ക്. അത് വളരെ നല്ലൊരു കളറാണ്. പിന്നെ ബൊക്കെ ടൈപ്പ് ആണ് ഏറ്റവും ബെസ്റ്റ്. പച്ചയായിട്ട് മഞ്ഞ നല്ലതാ. മഞ്ഞയില്ല, ഓറഞ്ചും പീച്ചും ഒക്കെ മിക്സ് ചെയ്ത് വെക്കണം. ഇതിനെ പറയുന്നത് തന്നെ കടലാസ് പൂക്കൾ എന്നാണ്. പള്ളി നമുക്കൊന്നും നട്ടാൻ നല്ലതായി. ഇത് ഈ അത് വാഗമരം അല്ലേ? കമ്പനിയിലുള്ള മരം. ഇതൊരു യൂറോപ്യൻ ട്രീ ആണ്. അത് കണ്ടോ മഞ്ഞ കളർ. ഇത് വാഗമരാണെന്ന്. ഇത് എല്ലാ കളേഴ്സും ഉണ്ട്. ഭയങ്കര CMS കോളേജിലുണ്ട്. വലിയ മരമായിട്ട് വരും അത്. അത് തണൽ മരമാണ്. അതിനോടൊപ്പം ഈ പറഞ്ഞ മാതിരി നിറയെ പൂക്കളും. യൂറോപ്പിൽ അതിങ്ങനെ ട്രിം ചെയ്യും റൗണ്ടിലൊക്കെ. റോഡ് സൈഡിൽ വെക്കണ മരം. അതെ, ഇരിഞ്ഞാലക്കുടയിലെ ചാച്ചനുണ്ടെങ്കിൽ അതൊക്കെ ഷേപ്പ് ചെയ്ത് നല്ല ഭംഗി. ഞങ്ങളുടെ കമ്പനിയിലുണ്ട്. എന്ത് മനോഹരമാണെന്നറിയാം. അതിഗംഭീരം. ഇവിടെയൊക്കെ കൊന്ന നട്ടിട്ടുണ്ട്. ഇതേ പാം ട്രീ. ഇത് എവിടെയാ ഉള്ളതെന്നറിയോ? കമ്പനിപ്പടി മെട്രോ സ്റ്റേഷന്റെ അടുത്തുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു പാം ട്രീ എവിടെയാ ഉള്ളത്. പനമ്പള്ളി നഗറിലുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. എവിടെയാന്നറിയോ? മേനക ബ്രോഡ്വേയിലേക്ക് കടക്കണേന്റെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ കമ്പനിപ്പടി മെട്രോ സ്റ്റേഷന്റെ അടുത്തുണ്ട്. കമ്പനിപ്പടി കഴിഞ്ഞല്ലേ ഇനി പാലുവയിലേക്ക് തിരിയുന്നത്. പുളിഞ്ചോടുണ്ട്. പുളിഞ്ചോട് കഴിഞ്ഞിട്ടാ. ആലുവ സ്റ്റേഷന്റെ തൊട്ട് പിന്നിലുള്ള സ്റ്റേഷനാണ് പുളിഞ്ചോട്. അല്ല, അത് എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിഞ്ചോട് കഴിയുമ്പോൾ അപ്പുറത്തെ ട്രാക്കിലേക്ക് പോകണം. കാരണം ഇങ്ങോട്ടുള്ളത് അങ്ങോട്ട് പോകുന്ന ഇതാ വന്ദേ ഭാരത്. ഇത് വന്ദേ ഭാരത് തോന്നുന്നു കേട്ടോ. ആണെന്ന് തോന്നുന്നു. നമ്മള് ഈ റൂട്ട് പോകുമ്പോ ട്രെയിൻ പാരലൽ ആയിട്ട് പോണേ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം കണ്ട, ഒരുപാട് നാള് ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ. നമ്മള് ആലുവ മെട്രോ സ്റ്റേഷൻ അടുത്തൂടെ യാത്ര ചെയ്യാം. ആലുവ മെട്രോ സ്റ്റേഷൻ. അത് മെട്രോ സ്റ്റേഷൻ. അവിടെ സുഖമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിക്ക് ചെയ്യാൻ, ആരെങ്കിലും പിക്ക് ചെയ്യാനുണ്ടെങ്കിൽ സർവീസ് റോട്ടേക്കൂടെ വണ്ടി കയറിയാൽ മതി. നല്ല രസം. ആലുവാപ്പുഴ, പെരിയാർ. വന്നിട്ട് വള്ളത്തേലൊന്ന് കേറണോ? വള്ളത്തേൽ എന്തോരം കേറി നടന്നേക്കണം. എവിടെ പോയി? വെട്ടിക്കാട്ടുമുക്കില് അവിടെ 2 വള്ളം ഉണ്ടായിരുന്നു അമ്മയുടെ വീട്ടില്. വലിയ വെള്ളവും കൊച്ചു വെള്ളവും. നിങ്ങളെ അതിലേ കൊണ്ടുനടക്കും. അവിടെ യോനാൻ എന്ന് പറഞ്ഞൊരു പണിയുടെ ചേട്ടനുണ്ട്. ആ ചേട്ടനാ കൂടുതലും. പിന്നെ കുര്യാച്ചൻ കൊച്ചേട്ടൻ, തോമസിന്റെ കൊച്ചേട്ടനും കൊണ്ടു നടക്കുമായിരുന്നു. അവയിൽ തൂങ്ങി കിടക്കണം. ഇതേത് മാങ്ങയാന്നൊരു പിടിയുണ്ടോ? ആണ്ടോ ബസ് പോയി. ഒരു പിടിയില്ല അല്ലേ? ഏത് മാങ്ങയാണാവോ? ഇത് ഏത് മാങ്ങയാണെന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്ട്ടോ. മാക്സിമം ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. റോഡ് സൈഡ്. അതെ, അത്താണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്ഥിരം പോയിന്റ് എത്തിട്ടോ. അതെ അതെ അതെ, കേറാൻ സ്ഥലമില്ലല്ലോ. ഇവിടെ നിർത്തിയിടാം. ഇന്നിവിടെ ഫുൾ പാക്ഡാ ടൈം അല്ലേ? അമ്മ ഓടുക. അപ്പൊ എന്നാ വരാത്ത പോലും. അമ്മ ഉടനെ ഓട്ടം കണ്ടോ. അമ്മ ഏത് ഹോട്ടലിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആദ്യം തന്നെ ഓടൂട്ടോ. സീറ്റൊക്കെ ഉണ്ടോ, സീറ്റൊക്കെ കറക്റ്റായിട്ടുള്ളത് നമുക്കുള്ളത് പിടിച്ചൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. അതിന് വേണ്ടിയുള്ള ഓട്ടമാണിത്. പ്ലെയിൻ ദോശ ഇല്ലേ? പ്ലെയിൻ ദോശ 3 പേരുണ്ട്. പ്ലെയിൻ ദോശ. എനിക്ക് എന്നാ വേണ്ട? പ്ലെയിൻ ദോശ ഒരു സെറ്റിൽ എന്തോരം ഉണ്ടാവും? തട്ടുദോശ ഒരു സെറ്റ് എത്ര ഉണ്ടാവും?
3 ഉണ്ടാവും. അപ്പയ്ക്ക് വേണ്ടത് തട്ടുദോശയാ. അപ്പോൾ ഒരാൾക്ക് തട്ടുദോശ, പിന്നെ എനിക്ക് നെയ്റോസ്റ്റ്. എന്നൊക്കെ പറഞ്ഞു. എനിക്കും നെയ് റോസ്റ്റ് മതി എന്നാ. 2 നെയ് റോസ്റ്റ്, 1 തട്ടുദോശ. അവിടെ ടൗണിരിപ്പുണ്ട് കേട്ടോ. പറഞ്ഞു തട്ടുദോശ. അപ്പയ്ക്ക് പ്ലെയിൻ ദോശ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് തട്ടുദോശ നമ്മൾ പറയണത്. പുറത്ത് നമുക്ക് തട്ടുദോശ കിട്ടില്ലെന്നായിരുന്നു ധാരണ, നെയ് റോസ്റ്റ് ഒക്കെ കിട്ടണമെന്നായിരുന്നു ധാരണ. പക്ഷെ അവിടെ ഉണ്ടത്. അമ്മ എന്നാ പറഞ്ഞേക്കണേ? അപ്പയ്ക്കോ? തട്ടുദോശ. ഒരു തട്ടുദോശയിൽ 3 ദോശ ഉണ്ടാവും. എനിക്കോ? നെയ്റോസ്റ്റ്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമോ? അതെ അതെ. വയറ് വിഷം തുടങ്ങിയോ? ബസ്സിന് തുടങ്ങി. നേരത്തെ എഴുന്നേറ്റായിരുന്നു. ആവശ്യത്തിന് വേണ്ടിയല്ല, പിന്നെ എഴുന്നേറ്റ് പോകുന്നതാണ്. ഓ, നെയ് റോസ്റ്റ് ഇവിടെ നല്ല രസമല്ലേ? അപ്പയുടെ തട്ടുദോശ ഇവിടെ. അപ്പ ഹാപ്പി ആയോ? അപ്പ ഹാപ്പി ആയോ? അപ്പ പുഞ്ചിരിക്കുന്നുണ്ട്. അവിടം വരെ എത്താനുള്ള ഇതെങ്ങനെ ഒന്ന് കഴിക്കും. നോക്കിക്കാൻ ഞാൻ കാണിക്കുന്നത് ഇതാണ് നല്ലത്. ശരിക്കും നെയ് റോസ്റ്റിൽ നെയ്യ് ഉണ്ടെങ്കിൽ വേണ്ടോ പ്രതലം. ചൂടുണ്ടല്ലേ? കൂടുതൽ വേണമെങ്കിൽ പറയാൻ മതി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ദോശ, തട്ടുദോശ എന്ന് പറയണം. പ്ലെയിൻ ദോശ നെയ് റോസ്റ്റ് പോലെ ആയിരിക്കും. അത് ഒരെണ്ണേ ഉണ്ടാവും. ഏതാ? വട. രാവിലെ വടയ്ക്ക് വേണ്ട, വൈകുന്നേരം വേണ്ട. വൈകുന്നേരം എനിക്ക് എപ്പോഴും ഇഷ്ടം കഴിക്കാനായിട്ട് നല്ല പേപ്പർ പോലെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന നെയ് റോസ്റ്റാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അല്ല, അപ്പൊ ഇഷ്ടപ്പെട്ടോ ദോശ? അപ്പോൾ സാമ്പാർ ഇട്ടില്ല. എല്ലാം ഫ്രഷാണ്, കറികളുമല്ല. എനിക്കിപ്പോൾ വൈകുന്നേരം വേറെ ഉണ്ടാക്കുമായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഈ ടൊമാറ്റോ ചമ്മന്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടൊമാറ്റോ ചട്നി നല്ല രസമുണ്ടത്. അതിലിച്ചിരി മുക്കണം. സാമ്പാർ വേണ്ട, ഇത് മതി. ഇതിലിച്ചിരി മുക്കുക, ഇതിലും ഇച്ചിരി മുക്കുക, എന്നിട്ട് അങ്ങ് കഴിക്കുക. ഫിൽട്ടർ കോഫി ആണോ? ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. അത് കുഴപ്പമില്ല, ഇച്ചിരി ഫ്രണ്ടിലേക്ക് എടുത്താൽ മതി. എവിടെ? ഇത് ഏഴിലമ്പാലയാണോ അറിയില്ല. 7 ഇലയുള്ളതുകൊണ്ട് എണ്ണി നോക്കിട്ടോ. നിങ്ങൾ എണ്ണി നോക്കിക്കോ. ഞങ്ങള് പോട്ടേട്ടോ, നേരം വൈകുന്നെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേ. അതാ പേഴ്സൊക്കെ എടുത്തോ? സീറ്റ് ബെൽറ്റ് ഇട്ടല്ലോ അല്ലേ രണ്ടുപേരും? അങ്ങനെ ശരവണ ഭവനിൽ നമ്മൾ യാത്ര. ഇവിടെ 24 hour ഉണ്ടല്ലേ? കോഫി ആൻഡ് ടീ. കോഫി ആൻഡ് ടീ ആട്ടോ 24 hour. ദോശയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? തട്ടുദോശ അല്ലേ? തട്ടുദോശ എന്ന് പറയണം. തട്ടുദോശ എന്ന് പറഞ്ഞാൽ 3 ദോശയായിട്ട് സാധാ പ്ലെയിൻ ദോശ കിട്ടും. പ്ലെയിൻ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നെയ് റോസ്റ്റ് പോലെ കിട്ടണേ. വലുത് നെയ് റോസ്റ്റ് നല്ലതായിരുന്നു. ദോശ രാവിലെ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ്. ശരിയാ. അതിനകത്ത് പ്രത്യേകിച്ച് എണ്ണകളൊന്നും അധികം വരുന്നില്ലല്ലോ, അതുകൊണ്ടാ. ഇനി അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ അപ്പൊ തട്ടുദോശ പറഞ്ഞോ? എല്ലാ ഹോട്ടലിലും ഇല്ല, അമ്പിസ്വാമിയിൽ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ചോദിച്ചു നോക്ക്, ചെലപ്പോ കിട്ടും. നമ്മളങ്ങനെ ചോദിക്കാറില്ല, ആ പേരിൽ അങ്ങനെ ചോദിക്കാറില്ല. തട്ടുദോശ എന്ന് ചോദിക്കാറില്ല, ദോശ ഉണ്ടോന്നാ ചോദിക്കാറ്. അമ്മ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടോ. നെയ് റോസ്റ്റ് എൻജോയ് ചെയ്യാ, വീണ്ടും സ്ഥലം കണ്ട് എൻജോയ് ചെയ്യാ. സ്ഥലങ്ങൾ ഒരു സ്ഥിരം പോണ റൂട്ടായതുകൊണ്ട് എല്ലാ ഭാഗവും ഇറങ്ങി. കറുകുറ്റി ആവാറായി. ഇനി അങ്ങോട്ട് പോകുന്ന റൂട്ട് എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ പോവാറുള്ള റൂട്ടാ. കറുകുറ്റി വരെയും പോവാറില്ല. ഇപ്പൊ എളവൂർ കവലയായിട്ടോ. എളവൂർ കവല
പള്ളിയിട്ട് പോണം. ഇനി നമ്മൾ തൃശ്ശൂർ ജില്ലയായിട്ട് കടക്കാറായി. ചാലക്കുടി കഴിയണം. ചാലക്കുടി കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് നമ്മൾ കടക്കുക. കറുകുറ്റി കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയാ. അപ്പൊ എടി ചോദിച്ചല്ലേ, ഇന്ന് നമ്മൾ പോകുന്നത് ഇരിങ്ങാലക്കുടയിലേക്കാണ്. ഓൾറെഡി പറഞ്ഞു. ആ ഭാഗത്തുള്ളവരൊക്കെ കൈ കാണിക്കാട്ടോ. ട്രെയിനിന് പല പ്രാവശ്യം കണ്ടല്ലോ. ചാലക്കുടിക്ക് അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ അത്. ഒരുപാട് സ്ഥലത്ത് നമ്മള് ട്രെയിൻ കണ്ടു കേട്ടോ. സാധാരണ അങ്ങനെ ട്രെയിൻ എടുക്കാൻ പറ്റാറില്ല. നമ്മുടെ വീഡിയോയില് ട്രെയിനും റോഡും സംഗമിക്കുന്ന സ്ഥലം അങ്ങനെ വേണം പറയാൻ അല്ലേ. ഇത് അതെ പുളിക്കക്കടവ്. പുളിക്കക്കടവിലേക്ക് 8 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോണം. 4 കെട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലേ, അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത് കൊരട്ടിയാ. ഈ കൊരട്ടിയില് സ്റ്റേഷൻ ഇല്ല അല്ലേ? കൊരട്ടിയില് ചില ട്രെയിനുണ്ട്, പാസഞ്ചറിനുണ്ട്. സ്റ്റേഷൻ ഉണ്ടെന്നുള്ളത് എന്റെ ഉത്തരം അല്ല. കൊരട്ടിയില് സ്റ്റേഷൻ ഉണ്ട്, എല്ലായിടത്തും സ്റ്റോപ്പില്ല. അത് തന്നെ. സ്റ്റേഷൻ എവിടെയാന്ന് അറിയില്ലല്ലോ. അത് കൊരട്ടി സ്റ്റേഷൻ. എങ്ങോട്ടാ പോണേന്ന് അറിയില്ല. ഇതൊക്കെ എങ്ങോട്ടാ പോണേന്ന് വലിയ ധാരണയില്ല കേട്ടോ. അത് പുളിക്കക്കടവിലേക്ക് പോണതാ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് പറഞ്ഞ പോലെ അല്ലേ, മഴയങ്ങ ആയി കഴിഞ്ഞാൽ തീർന്നു അല്ലേ. ഇതൊരു റിവർ ആട്ടോ. ഇത് ചാലക്കുടി പുഴയാണോ? ദിലീപിന്റെ ഡി സിനിമാസ്. ഓ ഇതന്നെ CG പാർക്കോ? ഒരു പിടിയില്ലായിരുന്നു. ഓ നല്ല മഴക്കാറാ. ഇത് ചാലക്കുടിയാന്നേ. ചാലക്കുടി ടൗൺ പോലീസ് സ്റ്റേഷൻ. അത് ഇങ്ങോട്ട് പോണത് മറ്റേ KSRTC സ്റ്റാൻഡിലേക്കാണ്. മഴക്കാറ് നന്നായിട്ടുണ്ട്. ചാലക്കുടി പാലത്തിലേക്ക് നമ്മൾ കയറി. അങ്ങ് അകലെ മലനിരകൾ കണ്ടു. നല്ല രസം. എല്ലാ കാറും നോക്കി. മഴമേഘങ്ങളെ ഫോണിൽ കണ്ടാ ഞെട്ടിപ്പോ. അത്രയധികം മഴമേഘങ്ങളുണ്ട്. ഇരിങ്ങാലക്കുട അതേ ലെഫ്റ്റ്. ഇരിങ്ങാലക്കുട ഇവിടുന്ന് ലെഫ്റ്റ് 14 കിലോമീറ്റർ. ടാണ ജംഗ്ഷനിൽ കൂടെയാണോ നമ്മളിന്ന് പോണേ? ടാണ ജംഗ്ഷനിലുള്ളവര് പറയണേ. നമ്മുടെ സെന്റ് തോമസ് പള്ളിയിലേക്കല്ലേ പോണേ ഇന്ന്? അതെ അതെ മനസ്സിലായി. സെന്റ് തോമസ് ചർച്ച്. അത് ഇഷ്ടിക നിറത്തിലുള്ള പെയിന്റ് ഉള്ള പള്ളി. ഇപ്പൊ മണി 10:10. നമ്മള് കൂളായിട്ട് ചെല്ലും അവിടെ. 10:40 ചെല്ലും. നമ്മള് കോട്ടയം പോകുമ്പോ കാണുന്ന സ്ഥലപ്പേരുകളൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? മാവിളങ്ങ്, ലായിക്കാട്, മാവിളങ്ങ്, മറിയപ്പിള്ളി. അതുപോലെ ഇവിടത്തെ ഒരു സ്ഥലപ്പേരാട്ടോ വാഴക്കുന്ന്. അതിന്റെ പോലെ അവിടെ വാഴ കുറെ കിട്ടും. അത് എന്നാന്നറിയില്ല. അവിടെ ഉള്ള ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാരേട്ടോ അതില്. കഴിഞ്ഞ വീഡിയോയുടെ അടിയിലേ ആരോ ചോദിച്ചു പരുമലയ്ക്ക് പോകാറില്ലേ എന്നാ. പരുമലയ്ക്ക് നീ കമന്റിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. റെഗുലറായിട്ട് പോകാറുണ്ട്. കാറിന് പോണത് മിക്കവാറും 3 പേരും കൂടെ ഒക്ടോബർ നവംബർ മാസത്തിലാണ് പോകാറ്. അല്ലാതെ ഞങ്ങൾ പല രീതിയിൽ ട്രെയിൻ മാർഗമൊക്കെ പോകാറുണ്ട് കേട്ടോ. അതൊന്നും ചിലപ്പോൾ വീഡിയോഗ്രാഫർ അന്നേരം കൂടെ ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ തന്നെയായിരിക്കും. പോക്കുകൾ സ്ഥിരമുണ്ട്. നിങ്ങളെ ആണ്ടിലൊരിക്കലാണ് ഞങ്ങൾ കാണിക്കാറ്. അത് പെരുന്നാളിനോടനുബന്ധിച്ച് പോകുമ്പോഴാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഒരുമിച്ച് പോണത്. അല്ലാതെ പിന്നെ സെപ്പറേറ്റ് പോക്കുകൾ ഉണ്ട് കേട്ടോ ഞങ്ങളവിടെ. ഇപ്പം അതിന് മറുപടി വീഡിയോയിലൂടെ ഒന്ന് തന്നതാണേ. ഓക്കെ, ഇനിയുള്ള വ്യത്യസ്തമായ സ്ഥലപ്പേരുകൾ നോക്കാം. പിന്നെ പുളിക്കക്കടവ്, അത് അവിടെ നിന്ന് തിരിഞ്ഞു പോണത്. ഈ റൂട്ടിലല്ല അല്ലേ, ഹൈവേന്ന് തിരിഞ്ഞു പോണതാ. കൂർക്ക 2 കിലോ 100. ബിജോ കൊണ്ടുവന്ന കൂർക്ക കഴിഞ്ഞ വർഷേ. അയ്യോ നല്ല കൂർക്കയായിരുന്നു. ഇവിടെയൊക്കെ പച്ചക്കറികൾ ഇഷ്ടംപോലെ ചെലപ്പോ ആയിരിക്കും. ആളൂർ കവല, മാള, അഷ്ടമിച്ചിറ ഒക്കെ സ്ട്രെയിറ്റാ പോണേ. അല്ല, അഷ്ടമിച്ചിറ ഇച്ചിരി ഡീവിയേഷൻ ഉണ്ടെന്ന് പറയാം. അത് ഞാൻ ബോർഡ് ശരിക്കും നോക്കാൻ പറ്റിയില്ല. നമ്മുടെ ഡയറക്ഷൻ അതല്ലാത്തതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. പണ്ട് ഇവിടുന്ന് നമ്മള് നാരങ്ങ വെള്ളം കുടിച്ചത് ഓർമ്മയുണ്ടോ?
നല്ല വെയിലുള്ള സമയത്താ നമ്മള് ഇതിന് തന്നെയാ സാറാമ്മേന്റെ മരിച്ചിട്ട് ഈസ്റ്റർ ആയിരുന്നു. അന്ന് ഈസ്റ്റർ ആയിരുന്നു, തീരെ തിരക്കിലായിരുന്നു റോഡിൽ. കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. കൊടകര പിന്നെ നമ്മള് കൊറേ കേട്ടിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര അത് അങ്ങോട്ട് പോണം. വെള്ളിക്കുളങ്ങര അത് അമ്മ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോ. ചൂടായി തുടങ്ങിയല്ലേ? തിരിച്ചു വരുമ്പോ കോള. നല്ല സമയത്ത് ഇങ്ങനെ പോനത്, നട്ടുച്ചയായി. അതെ. ഓ ഇതൊരു പള്ളിയാട്ടോ. ഏത് പള്ളിയാന്നൊരു പിടിയില്ല. ഇനി ടാണ ജംഗ്ഷനിലേക്ക് വരാൻ പോണത്. അല്ല എനിക്കറിയാം കൊറേയൊക്കെ ഇവിടെ. അന്ന് പോയ ഓർമ്മ എനിക്ക് വന്നിട്ടുണ്ട്. ഒക്കെ പോയില്ലേ അവിടുന്ന് വണ്ടി കയറ്റി വിടുമ്പോ പറയുന്നത് ഇതാണ് ടാണ ജംഗ്ഷൻ. ടാണ ജംഗ്ഷനിൽ ഇറങ്ങിക്കോണം. ലഡു ബേക്കേഴ്സ്. വെല്ലുമിച്ച് പറയണത് അവിടെ ഒരു കുതിര, ഒരു വലിയ നഴ്സറി, ഒരു കുതിരപ്പുറത്തിരിക്കുന്ന പടം ഉണ്ട്. കല്ലേറ്റുംകര. ഇത് കല്ലേറ്റുംകരയാ. ഇവിടെയാ ഓവർ ബ്രിഡ്ജ്. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ അപ്പ പറഞ്ഞായിരുന്നു ഇവിടെ ഓവർ ബ്രിഡ്ജ് ഉണ്ടെന്ന്. അപ്പൊ എങ്ങനെയാ പോണേ? അത് നേരെ പോണത് ലെവൽ ക്രോസ് ആണ്. ഇത് കല്ലേറ്റുംകര റെയിൽവേ മേൽപ്പാലം, അങ്ങനെയാണ് ഇതിന്റെ കൃത്യനാമം. ഈ ചട്ടിയിൽ ചെടികൾ ഇരിക്കുന്നുണ്ടോ? പാലത്തേല് രണ്ട് സൈഡിലും ചെടികളുണ്ടോ? പക്ഷെ ഇവിടെ വീതി കൂടുതലുണ്ട് റോഡിന്. ആ മാവ് കൊട വിരിച്ച് നിക്കണുണ്ടോ? അതില് മാങ്ങയില്ലല്ലോ. പക്ഷെ നല്ല കൊട വിരിച്ച് നിക്കണ എന്ത് രസാലേ. ഒരു 50 എയർ കണ്ടീഷൻ വെച്ചാൽ കിട്ടൂല. നട്ടുച്ചക്ക് ഇരിക്കണ അവിടെ. അതിഗംഭീരമാണ്. അമ്മയ്ക്കൊന്ന് വെയിലത്ത് തണലത്തിരിക്കണം. അയ്യോ വേണ്ട, വെയിൽ കാണുമ്പോഴേ പേടിയാ. തണലത്തിരിക്കാം. വീടുകളിലൊക്കെ അങ്ങനെയുള്ള മാവുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ സിമെന്റ് വെച്ചൊക്കെ ഇട്ട്. അതെ അതെ അതെ. സിമെന്റ് ബെഞ്ചില് ചൂട് വരും. പക്ഷെ വേനൽക്കാലത്ത് ആ സിമെന്റ് ബെഞ്ചിന്റെ മേളിൽ ഒരു ചെറിയ കുട പോലെ എന്തെങ്കിലും വെക്കണം. അല്ലെങ്കിൽ ഈ ഇത് വരും, ഈ ചെതലും പൊടിയും മോളിൽ നിന്ന്. പഞ്ഞപ്പിള്ളി കഴിഞ്ഞു. ഇതുണ്ട് അതന്നെ. ലേസർ കട്ടിങ് ആൻഡ് CNC ഫോമിങ്. അമ്മയ്ക്ക് ചെറിയൊരു എത്താഞ്ഞിട്ടൊരു എനിക്കൊരു ഇതുമില്ല. ഞാൻ വീടുകളൊക്കെ കാണുന്നത് ഉണർന്നിരിക്കണേ. അല്ലാണ്ട് എനിക്ക് എത്താഞ്ഞിട്ട് അപ്പൊ ഉണർന്നായിരിക്കണേ. ഇത്രയും നേരം ചാഞ്ഞായിരുന്നു. ഇത് ഏത് ഹോസ്പിറ്റലാ നോക്ക്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് എത്ര കൊല്ലം മുമ്പുള്ള റീഹാബിലിറ്റേഷൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ വരുന്ന സമയത്തൊക്കെ ചെറിയ ഈ ഭാഗത്തൊക്കെ ഉള്ളവർ പറഞ്ഞോട്ടോ, ഞങ്ങൾ ഈ ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1000 ഏക്കറോ 10000 ഏക്കറോ പാടശേഖരമാണ് എന്താണ് കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുക. ഇപ്പൊ കൃഷികൾ കുറവാണ്. പണ്ട് ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര നിലങ്ങളാണ്. അതിഗംഭീരം. എത്ര വർഷം മുമ്പാ? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ 70 69 70 കാലഘട്ടം. തൊമ്മാനാന്ന് പറഞ്ഞ സ്ഥലമാട്ടോ ഇത്. തൊമ്മാന അത് അങ്ങോട്ട് പോണതാ. ഇത് തൊമ്മാനാന്ന് പറഞ്ഞ സ്ഥലം. ഡിഫറെന്റ് നെയിം ആയില്ലേ. ഇപ്പൊ കോട്ടയം റൂട്ട് മാത്രല്ല, ഇവിടെയും നമുക്ക് പരിചിതമല്ലാത്ത ചില പേരുകളുണ്ട്. ചിലപ്പോ നമ്മുടെ റൂട്ട് കാണുമ്പോ അവരും പറയും കേട്ടോ. കൃഷിയാ. ഇവിടെ കൊയ്ത്തായിട്ടില്ല. വിളഞ്ഞു തുടങ്ങി. കേരളത്തിന്റെ വലിയ നെല്ലറകളിൽ പാലക്കാടും ഒക്കെ അങ്ങനെയല്ലേ. പാലക്കാടാണ് നമ്പർ 1. അത് കഴിഞ്ഞാൽ തൃശ്ശൂരാണ്. ഇവിടെ കൃഷിയാണല്ലോ മെയിൻ. കുട്ടനാട്. പിന്നെ എല്ലാവരും കൃഷിയിൽ നിന്ന് വിട്ടു. പാലക്കാടൻ മട്ട റൈസ് നമ്മൾ ഇതൊരു പള്ളിയാ. പള്ളി ഇനി എത്ര വരാൻ പോകും? ഈ ഏരിയ എല്ലാം പള്ളിക്കേന്ദ്രാണല്ലേ. റോമൻ കാത്തലിക് സേവിയേഴ്സ്. ഒരു സ്ഥലത്തിന്റെ പേരോടെ ബോർഡ് കണ്ടതാ, പുല്ലൂർ. പല പേരുകളും ഒക്കെ ഇവിടെ ഉണ്ടങ്ങനെ. അതെ 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 അതെ.
അമ്മ ഓരോന്നിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുവാണ്. ബോർഡ് നെയിം ബോർഡൊക്കെ നോക്കിക്കോ. വ്യത്യസ്തമായ പേരുകൾ കേൾക്കാൻ പരിചയപ്പെടാനും ഒരവസരം. ഇപ്പൊ നമ്മള് കോട്ടയം റൂട്ട് പോയി സ്ഥലപ്പേര് പറഞ്ഞ് പലതും ഓർമ്മയിലില്ലേ? ലായിക്കാട്, മറിയപ്പിള്ളി, മാവിളങ്ങ്. അമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതാ. മാവെന്ന് ഓർത്താ മതി. ഇനി ഈ വഴി ഇതുപോലെ 2-3 തവണ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലമൊക്കെ ഓർമ്മയിരിക്കും. നമ്മൾ ടാണാവ് എത്തി. ടാ വെച്ചൊരു സ്ഥലപ്പേര്. വെച്ച് വേറെ ഒരു സ്ഥലപ്പേരില്ലല്ലേ? ഠാണാന്നാ പേര്. ഠാണാവുന്നില്ല. ഠാണാ. അതവിടെ മുകളിലുണ്ട്. അതെടുത്തു. അമ്മ ഇതുവരെ കണ്ടില്ല. ഞാൻ സിഗ്നലിട്ട് നോക്കുവന്നെ. ഇവിടെയാണോ വല്യമ്മച്ചി ബസ് ഇറങ്ങിക്കൊണ്ടിരുന്നത്? ഠാ വെച്ച് വേറൊരു സ്ഥലപ്പേര് കേരളത്തിലില്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ പറയുക അല്ലേ? അറിയാവുന്നവരുണ്ടെങ്കിൽ. അങ്ങോട്ട് തൃശ്ശൂർക്ക് പോണം. വീട്ടിലേക്ക് പോവാം. അതിലേ പോയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോവാം. ആ ബ്രിഡ്ജില്ലേ, അത് പള്ളിയായിട്ട് കണക്ട് ചെയ്യണ ബ്രിഡ്ജ്. അത് ഞാൻ ബിജോനോട് പറഞ്ഞേക്കാം. ബിജോ പറഞ്ഞു എന്നോട് പറഞ്ഞു പുള്ളി അത് വിട്ടുപോകരുത്. അതെ, ഇവിടെ കേറാൻ പ്രയാസമായിരിക്കും, കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരും. ഇതിലൊരു കാറാലും കയറി. ഇതൊരു കൺവെൻഷൻ സെന്റർ ആണ്. അതെ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പള്ളിയായിട്ട് കണക്ട് ചെയ്യണ ബ്രിഡ്ജാണ്. ആകെ ചോപ്പായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഇഷ്ടികയുടെ നിറാന്ന്. ഈ ബ്രിഡ്ജ് എനിക്ക് നല്ല ഓർമ്മയാ. ഇനി ഞാനത് ഓർത്തിരിക്കും. ബ്രിഡ്ജ് സിയോൺ ഹോൾ ഇവിടെ ഉണ്ടല്ലോ. ഹോള് ഇത് അങ്ങ് പോകും. ഇതിലെ അങ്ങ് പോകും. സ്റ്റോള് പള്ളി തുടങ്ങിന്ന് തോന്നുന്നു അല്ലേ? ഇറങ്ങിയപ്പോ വലിയ വെയിലില്ല കേട്ടോ. ഉപകാരല്ലേ ജാസ്മിൻ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് കയറുകയാണ്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കാണാം കേട്ടോ. ദേ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ആ കറുത്തിരുണ്ട മഴക്കാർ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഹോള് വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാണ്. ദേ ഇതാണ് ഞങ്ങളുടെ സാറാമാൻഡിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ അതേ വെൽക്കം ഡ്രിങ്കിന് പകരം സംഭാരമായിരുന്നു. അതൊരു നല്ല ഓപ്ഷനായിരുന്നു. കാരണം അന്നേരം അത്യാവശ്യം ചൂടുള്ളൊരു ടൈമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങളെല്ലാവരും നിന്ന് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. സിബി ചാച്ചൻ, ബിജു ചാച്ചൻ, ബിജോ ചാച്ചൻ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണ് സാറാമാൻഡിയുടെ ഫാമിലി പിക്ചർ. അതായത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരുടെ ഫാമിലിയും ഒക്കെ ഉൾപ്പെടുന്ന സാറാമാൻഡിയുടെ ഫാമിലി ചിത്രമാണ്. അപ്പോൾ അതെല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിനി ഹോളിലോട്ട് കയറാം. അവിടെ ആദ്യം സാറാമാൻഡിയെക്കുറിച്ചിട്ടുള്ള മക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും മെമ്മറി ഷെയറിംഗ് ആണ്. സാറാമാൻഡി ജീവിച്ച ആ നാൾ വഴികളിലൂടെയുള്ള ഒരു യാത്ര. നമുക്കും ചില പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ട് നോക്കിയാലോ. പല ഇന്റർനാഷണൽ ഇവന്റ്സിലൊക്കെ കാണുന്ന പോലത്തെ പലതരം സ്ട്രോക്കുകൾ വളരെ ആയാസമായിട്ട് ചെയ്യാനായിട്ട് മമ്മിക്ക് സാധിക്കുമായിരുന്നു. പിന്നെ സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള പല ഇവന്റ്സും പല ഓർഗനൈസേഷനിലും മമ്മി ആക്റ്റീവായിരുന്നു. മാതൃസംഘം, ലീജൻ ഓഫ് മേരി, ചർച്ചിൻ്റെ കോയർ സർവീസസ്, പിന്നെ കാത്തലിക് സെൻറ്റർ, മദ്യവിരുദ്ധ സമിതി, പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നിങ്ങനെ പലതും. മമ്മിയുടെ ഒരു ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു ക്വാളിറ്റി എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് മമ്മിയുടെ റിസൾട്ട് ഓറിയന്റേഷൻ ആണ്. ഒരുപാട് ബുദ്ധിമുട്ടി പണിയെടുക്കാനൊന്നും മമ്മിക്ക് ഇഷ്ടമായിരുന്നില്ല. ഔട്ട്കം എന്താണ് വേണ്ടതെന്ന് ആദ്യം തന്നെ തീരുമാനിക്കും. അതിനനുസരിച്ച് പിന്നിലേക്ക് പ്ലാൻ ചെയ്യും. അങ്ങനെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു മമ്മി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു സ്ഥിരമായ ജോലിയോടും ഹോം മാനേജ്മെൻറ്റിനോടും ഒപ്പം ഇത്രയധികം മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചത്. സാധനങ്ങളൊന്നും വളരെ നിരത്തിയിടുന്ന വീട്ടിൽ മെസ്സിയാക്കി ഇടുന്നൊന്നും മമ്മിക്ക് ഇഷ്ടമായിരുന്നില്ല. ഞങ്ങളോടും മമ്മിയുടെ പേരക്കുട്ടികളോടും പറയാനുള്ള ഒരു വാചകം
അതുകൊണ്ടാണ് ഇന്ന് മമ്മിയുടെ ഒരു ചെറിയ സ്മരണിക ഇവിടെ നിങ്ങൾക്കെല്ലാം തരാനായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. അതിൽ മമ്മിയുടെ ഈ വാചകം തന്നെ ഞങ്ങൾ എഴുതി ചേർത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ മക്കളെയൊക്കെ വളരെ ആത്മവിശ്വാസമുള്ള കുട്ടികളായിട്ട് വളർത്തിയെടുക്കാൻ മമ്മിയും പപ്പയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഏർലി 80s ഇരിഞ്ഞാലക്കുടയിൽ അധികം പെൺകുട്ടികളൊന്നും സൈക്കിളൊന്നും ഓടിക്കാറില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു പക്ഷേ സൈക്കിൾ ഓടിച്ച് സ്കൂളിൽ പോയ പെൺകുട്ടികൾ ഞങ്ങളായിരിക്കും. അത് പറഞ്ഞു വന്നപ്പോൾ 1-2 സംഭവങ്ങൾ കൂടി ഓർമ്മ. വേറൊരു സംഭവം, ഞാനും എൻ്റെ ചേച്ചിയും കൂടെ സ്കൂട്ടർ ഓടിച്ച് പോയപ്പോൾ ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം സ്കൂട്ടർ എടുക്കാനായിട്ട് ഞങ്ങൾ മടിച്ചു. അപ്പോഴും മമ്മി പറഞ്ഞത് ഇതാണ്, ഇന്ന് നിങ്ങളിത് എടുത്തില്ലെങ്കിൽ ഇനി ഒരിക്കലും എടുക്കില്ല, അതുകൊണ്ട് സ്കൂട്ടറിൽ തന്നെ പോയാൽ മതി. അങ്ങനെയായിരുന്നു മമ്മിയുടെ ഒരു അപ്രോച്ച്. അങ്ങനെ ചെറിയ ചെറിയ ഓരോ സ്റ്റെപ്പുകളിലും ഞങ്ങളുടെ ഉള്ളിൽ വളരെയധികം ആത്മവിശ്വാസം വളർത്താനായിട്ട് മമ്മി വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. സാറാമ്മേനെ കുറിച്ചിട്ടുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ ചെറിഷ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ അതൊരു നൊയമ്പിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ അത് കാരണം പച്ചക്കറി ഊണായിരുന്നു കേട്ടോ. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയോ? എണ്ണി നോക്കിയേ. ഒരു കൂട്ടം ഞാൻ ഇട്ടില്ല, ഇത് 11 ഉണ്ട്. ഓ, ഒരു കൂട്ടം ഞാൻ ഇട്ടില്ല, എൻ്റെ ഒരു കൂട്ടം നമുക്ക് ഞാൻ വേണ്ടാന്ന്. ഇനി വരുമോ നോക്കാം. 1, ഇതെന്ത് സാധനമാണാവോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 13 കൂട്ടമായി കേട്ടോ. 14ാമത്തെ കൂട്ടം. ഇത് നല്ലതാട്ടോ. ഇത് പച്ചക്ക പോലത്തെ ഒരു സാധനം, ഇച്ചിരി കടുപ്പുണ്ടേ. ശരിക്കും 14 കൂട്ടമൊന്നും ആയിരുന്നില്ല, ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ അടുത്തത് 15ാമത്തെ വന്നു, കായ വറുത്തത്. സ്വല്പം ചോറ് മതിയെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഒരു ഇച്ചിരി കൂടുതലായിപ്പോയി. പിന്നെ വല്ലപ്പോഴും അല്ലേ ഇതുപോലെ നല്ല പച്ചക്കറി ഊണ് കഴിക്കുക. നെയ്യാണ് കേട്ടോ ഇപ്പോൾ ഇട്ടത്. ഞാൻ പെട്ടെന്ന് പുളിശ്ശേരിയാണെന്ന് ആദ്യം വിചാരിച്ചേ. ആദ്യം നെയ്യ് ഇട്ട് കഴിക്കണം എന്നല്ലേ പറയണേ. അപ്പോൾ ഞാൻ ഇട്ട് വീണ്ടും എണ്ണി നോക്കുക കേട്ടോ. ഇക്കുറി എണ്ണി കഴിഞ്ഞപ്പോൾ എനിക്ക് 17 കൂട്ടം കിട്ടി. ശരിക്കും അതിലും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അമ്മയുടെ അടുത്ത് 17 ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയാണ് ഇനി എണ്ണി നിർത്തിയിട്ട് കഴിക്കാൻ നോക്കുന്നു പറയായിരുന്നു. ശരിക്കും ഇപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് കറികളൊക്കെ ഉള്ള ഒരു നല്ല വെജിറ്റേറിയൻ ഊണ് കഴിക്കാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഓണം വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേക താല്പര്യവും അത് തന്നെയാണ്. പരിപ്പുണ്ടായിരുന്നു, പാലട ഉണ്ടായിരുന്നു. ഞാൻ പാലട ഓൾ ടൈം ലവർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും പാലടയാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ സാറാമാൻഡിയുടെ ഒരു ഓർമ്മ നമുക്ക് കൂടെ കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കുമായിട്ട് ഒരു മെമ്മറി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു മനോഹരമായ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും ഒപ്പം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്: എല്ലാ വസ്തുക്കൾക്കും ഒരു സ്ഥലമുണ്ട്, അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് അത് തിരിച്ചു വെക്കുകയും ചെയ്യണം. വളരെ അർത്ഥവത്തായ ഒരു സെൻറ്റൻസ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തു കേട്ടോ. അത് ശരിയാണ്. കാരണം പലപ്പോഴും നമ്മളൊരു പേന എടുത്താൽ തന്നെ അത് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു വെക്കുക എന്നുള്ളത് പലപ്പോഴും സാധിക്കാറില്ല. മനഃപൂർവ്വം ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് പോകുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അത് നമ്മളെ ഒന്നുകൂടി സാറാമാൻഡി ഓർമ്മിപ്പിക്കുകയാണ് യഥാസ്ഥാനത്തേക്ക് തന്നെ ഓരോ വസ്തുക്കളും തിരിച്ചു വെക്കണം എന്നുള്ളത്. അതൊരു ഡിസിപ്ലിൻ ഓഫ് ലൈഫിൻ്റെ ഭാഗം കൂടിയാണ്. ശേഷം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുമായിട്ടുള്ള ഒരു ചില്ലിങ് സെഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല, പുറത്തേക്ക് ഞാനൊന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ ദേ ഇരിക്കണു അവിടെ നമ്മുടെ ഫേവറേറ്റ് ഐസ്ക്രീം. എനിക്ക് മറ്റേ ടെൻഡർ കോക്കനട്ട് കൊണ്ടുള്ള എല്ലാ ഫ്ലേവേർഡ് ഐസ്ക്രീംസും ഭയങ്കര ഇഷ്ടമാണ്. ഇത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ എടുക്കാതിരിക്കുമോ? ഞാനും എടുത്തു. ഒരു കുഞ്ഞു സ്കൂപ്പാണ് എടുത്തത്. അപ്പോൾ അത് എടുത്തിട്ട് അകത്തേക്ക് പോവാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. പൊതുവേ വാനില മാത്രം ഇഷ്ടപ്പെടാറുള്ള അമ്മയ്ക്ക് പക്ഷേ ഈ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പക്ഷെ അധികം വേണ്ടാന്നാണ് കേട്ടോ എന്നോട് പറയണേ. അധികം അമ്മ കഴിക്കില്ല, എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് അമ്മയ്ക്ക്. അപ്പയ്ക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ പൊതുവേ ടെൻഡർ കോക്കനട്ട് ലവറാണ്. ശേഷം നമ്മൾ ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലി എപ്പിക് പിക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനാണ് സത്യത്തിൽ എല്ലാവരും ഇങ്ങോട്ട് വന്നത്. പക്ഷെ അന്നേരം അവിടെ നിന്ന് ഞങ്ങൾ കൂടുതലും വർത്താനം പറയാനും വിശേഷങ്ങൾ പങ്കുവെക്കാനുമാണ് കേട്ടോ ആ സ്പേസ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് നല്ല രസകരമായിട്ടുള്ള ഒരു അവസരമായിരുന്നു.
ഇഷയുടെ ഹെയർ നല്ല ഭംഗി. ഏഞ്ചലേച്ചിയുടെ ഈ ഷോൾ ഏതായാലും കലക്കി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. മണി 5:40. അതെ, ഞങ്ങള് ഇരിങ്ങാലക്കുടയൊക്കെ പോയി പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കയറി. പക്ഷേ റോഡിലെല്ലാം ബ്ലോക്കായിരുന്നു. കാക്കനാട്, അങ്കമാലി, ആലുവ എല്ലാം ബ്ലോക്കായിരുന്നു ഇങ്ങനെ പോന്നപ്പോൾ. രാവിലെ അങ്ങ് പോയപ്പോൾ വലിയ ബ്ലോക്ക് ഉണ്ടായില്ല, ചെറുതായിട്ടൊക്കെ കിട്ടിയുള്ളൂ. അപ്പം മുഖമെല്ലാം വേർത്ത്, കാര്യം തണുപ്പടിച്ച് ഇതിലിരുന്നാൽ പോന്നെങ്കിലും ഒക്കെ അസ്വസ്ഥതയായി, രാവിലെ പോയതല്ലേ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു വീഡിയോയായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ. ആരോഗ്യമെല്ലാം കുറഞ്ഞു, രാവിലെ പോയതല്ലേ, പിന്നെ ചൂടും കാലാവസ്ഥയൊക്കെ മൊത്തം പ്രശ്നമായിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാര്യങ്ങളൊക്കെ കാണാം. എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ.